ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഉമ്മിയും മക്കളും. പിന്നെ ഞാൻ റുബീഷ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിൽക്കുന്ന അച്ചാറിൻ്റെ പ്രോസസ്സിങ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 തരം അച്ചാറിടുന്നത് മാത്രമാണ്. അതായത് ഈത്തപ്പഴം നാരങ്ങയും മാങ്ങ ഈത്തപ്പഴവുമാണ് ഞങ്ങളിതിൽ കാണിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മീനിൻ്റെ വെറൈറ്റീസ് ഉണ്ട്, പിന്നെ ബീഫിൻ്റെ അച്ചാറുണ്ട്, നെല്ലിക്ക, പാവയ്ക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ കെമിക്കൽസും ചേരാത്തതാണ് ഞങ്ങളുടെ അച്ചാറുകൾ. ഈ കെമിക്കൽസ് ഒന്നും ചേരാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിനും 1-2 ടിപ്പുകളുണ്ട്, ഞാൻ അതും പറഞ്ഞുതരാം. ഈ ടിപ്പുകളൊക്കെ ഒരുപാട് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ അച്ചാറിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ നോക്കുക. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കേടാവാതെ അത് തീർത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക. അപ്പോഴും നമുക്ക് ഇത് കേടാവാതെ തീർത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അച്ചാർ കേടാവാതെ നമുക്ക് തീർത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അച്ചാറുകൾ നിറയെ ഉപ്പുള്ള അച്ചാറുകളാണ്. കൂടുതലും ഉപ്പായിരിക്കും. ഈ പ്രഷറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പം അച്ചാറൊന്നും കൂട്ടുന്നതേ ഇല്ല. അങ്ങനെയുള്ളൊരു തരം അച്ചാറുകളാണ് നമുക്കിപ്പോൾ കടകളിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല. പാകത്തിന് ഉപ്പും ചെറിയ മധുരവും ഒക്കെ ചേർന്ന അച്ചാറാണ് നമ്മുടേത്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള അച്ചാറുകളാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത അച്ചാറാണ്. നിങ്ങൾ ഒരു വട്ടം മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓർഡർ തന്നാൽ കൊറിയറായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതായത് നിങ്ങൾ എവിടെ നിന്നും ഞങ്ങൾക്ക് ഓർഡർ തന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ 1 കിലോ മുതൽ മുകളിലോട്ട് ഫ്രീ ഷിപ്പിങ്ങും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 കിലോ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം അല്ലേ എടുക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് ഞങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള അച്ചാറുകളിൽ നിന്ന് 1, 2, 3 എത്രയാണെങ്കിലും അത് 1 കിലോ, അതായത് എല്ലാം കൂടി 1 കിലോ അങ്ങനെ എടുത്താലും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കിട്ടും. നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് റിപ്ലൈ വരും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ തരുവാണെങ്കിൽ ഓർഡർ കൺഫേം ചെയ്ത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും. അക്കൗണ്ട് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ ആയിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, എല്ലാ അക്കൗണ്ട് ത്രൂ ആണ്. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് പിറ്റേന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും തരുമ്പോൾ ഞങ്ങളത് കൊറിയർ ചെയ്ത് തരും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ മാത്രമല്ല, വേറെ ഒരുപാട് ഐറ്റംസും ഉണ്ട്. അത് ഞാൻ പുറകെ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഞങ്ങൾക്ക് ഓർഡർ തരിക. നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ സുരക്ഷിതമായിട്ട് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തടുത്ത വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്ത് ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി അമർത്തിയാലേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.